മലയാള സിനിമയിലെ പുതിയൊരു ഋതുപകർച്ചയുടെ നാന്ദിയാണ് ശ്യാമപ്രസാദിൻ്റെ ഋതു. ഇത് തിരുവനന്തപുരം ടെക്നോപാർക്ക് ക്യാമ്പസ്. ഋതു സാക്ഷാത്കരിക്കുന്നത് ഈ പശ്ചാത്തലത്താണ്. സംവിധായകൻ ശ്യാമപ്രസാദ് മുത്ത് അല്പനേരം. ഈ ടെക്നോപാർക്കിലെ ഭവാനിയുടെ ഏട്രിയത്തിൽ നിൽക്കുമ്പോൾ ഋതുവിൻ്റെ ഓർമ്മകൾ തിരിച്ചു വരണ്ടേ ശ്യാം? അതെ അതെ, ഋതുവിൻ്റെ ലോകമാണിത്. അതെ, ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള മനസ്സിൽ തട്ടുന്ന കഥകളുണ്ട്. അപ്പോൾ അതിലൊരു കഥയാണ് ഋതു പറയുന്നത് പ്രധാനമായിട്ടും. എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം ഒരു IT വേൾഡിലേക്ക് തിരിയാൻ തോന്നിയത്? ഋതു എന്നുള്ളത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മാറ്റത്തിൻ്റെയാണ്, ഒരു കാലത്തിൻ്റെ മാറ്റം. അപ്പോൾ കാലത്തിൻ്റെ മാറ്റത്തെ നേരിടുന്ന 3 ചെറുപ്പക്കാരിലുണ്ടാവുന്ന അവരുടെ ബന്ധങ്ങളിലുണ്ടാവുന്ന ചേഞ്ചസ് ആണ് ഇതിൻ്റെ പ്രമേയം. അപ്പോൾ ഇന്നത്തെ കാലത്തെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു IT മേഖലയേക്കാൾ നല്ലൊരു എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഗ്ലോബലായിട്ടുള്ളൊരു ലോകത്താണ് ഇന്ന് അവരുള്ളത്. എക്കണോമിക്കലായിട്ടായാലും സോഷ്യലായിട്ടായാലും സൈക്കോളജിക്കലായാലും ഈ ഇത്തരം ഒരു ലോകം നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അത് വളരെ രസകരമാണ്. അപ്പോൾ അതിനെ ചിത്രീകരിക്കാനുള്ളതായിരുന്നു ശ്രമം. സോ ഐ തിങ്ക് ശ്യാമിൻ്റെയും IT ലോകത്തിലേക്ക് ആദ്യത്തെ വരവായി ഉണ്ടാവില്ലേ? അതെ അതെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. 97-ലോ 96-ലോ 97-ലോ ഞാൻ ഗണിതം എന്ന് പറഞ്ഞൊരു ടെലിഫിലിം ചെയ്തിരുന്നു. അത് കമ്പ്യൂട്ടർ വന്ന ആ ഒരു കമ്പ്യൂട്ടർ നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രൊമനൻ്റായി വന്നു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലായിരുന്നു. അതിനകത്ത് ഒരു ഇതേ പാസ്വേഡ് മോഷ്ടിക്കുന്ന ഓംജേരിയുടെ ഒരു കഥയാണത്. സോ അത് ഞാൻ ചെയ്തതിൻ്റെ ഒരു എനിക്കിപ്പോൾ പലരും 1-2 പേരുണ്ട് സൂചിപ്പിച്ചത് ആ കഥയുടെ ഒരു കണ്ടിന്യൂഷനായി തോന്നുന്നു. അന്ന് അത് വളരെ സട്ടിലായിരുന്നെങ്കിൽ ഇന്ന് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെനി ലെയേർഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഇത് പ്രിപ്പറേഷൻസ്? ലൈക്ക് ബേസിക്കലി ഇതൊരു ആൾക്കാർക്കൊന്നും പുറത്തേക്ക് ആൾക്കാർക്ക് അറിയില്ല ഇതെന്താ ഇതിനകത്ത് സംഭവിക്കണമെന്നുള്ളത്. സോ വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്? അല്ല, ജോഷുവ ന്യൂട്ടൺ എന്നുള്ള റൈറ്റർ ഞങ്ങൾ ഒരേ കടലിൻ്റെ സമയത്താണ് ഞാൻ കാണുകയും അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം ഞാൻ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നിയ അയാൾ നല്ല സ്കില്ലുള്ള ആളാണ്. പിന്നെ ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കഥ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു മേഖലയിലുള്ള ഫ്രണ്ട്ഷിപ്പുകളുടെ കഥ അല്ലെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന ക്രൈസിസുകളുടെ കഥ പറയാൻ ജോഷുവോട് പറഞ്ഞപ്പോൾ ജോഷു ഏകദേശം ഒരു 6-7 മാസം നീണ്ടു നിന്നൊരു റിസർച്ച് നടത്തി. ഈ കൊച്ചിയിലും തിരുവനന്തപുരത്തുമുള്ള ടെക്നോ പാർക്കുകളിൽ കുറേ ദിവസം അയാൾ അലഞ്ഞു നടന്നു. ഓർക്കുട്ടും ഫേസ്ബുക്കും പോലുള്ള നെറ്റ്വർക്കിംഗ് പ്ലേസസിൽ കുറേയധികം സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇവരുടെ ഒരു സൈക്കി, ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ഒരു വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ളൊരു റൈറ്റിംഗ് ഇതിൻ്റെ ബാക്കിംഗ് ആണ്. അതിനുശേഷം കഥാപാത്രങ്ങൾ, അവരുടെ ഇമോഷൻ, ഇതിൻ്റെ സ്ട്രക്ചർ എല്ലാം ഞാൻ കൂടി ചേർന്നിട്ട് അത് ബിൽഡപ്പ് ചെയ്തു. ഈ 3 ക്യാരക്ടേഴ്സ്, ഈ 3 പേർക്കും സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല, ആൻഡ് IT ആയിട്ടും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവരെ ഇത്രയും കോർത്തിണക്കി മോൾഡ് ചെയ്യാനായിട്ട് ഇറ്റ്സ് എ ഡയറക്ടേഴ്സ് ജോബ്. ആൻഡ് ഐ ആക്ച്വലി കോംപ്ലിമെൻറ്റ് യു ബിക്കോസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഇത്രയും 3 ആൾക്കാരെ ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട്. ആൻഡ് അതെങ്ങനെ, വാട്ട് വാസ് ദ ഗെയിൻ, വാട്ട് വാസ് ദ ചാലഞ്ച്, എന്തായിരുന്നു? അല്ല, എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് പുതിയ ആളുകളായിട്ട് വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് ഞാൻ സൂചിപ്പിക്കാറുള്ള പോലെ ആക്ടിങ് അൺലേൺ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പഠിച്ച് ശീലിച്ച ശൈലികളാണ് നമ്മുടെ നിലവിലുള്ള നടീനടന്മാർ ഉപയോഗിക്കുന്നത്. അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പല കഥാപാത്രങ്ങളും ആ സ്റ്റീരിയോ ടൈപ്പിലുള്ളതാണ്. പല ഫിലിം മേക്കേഴ്സും അവരോട് ആവശ്യപ്പെടുന്നത് സ്ഥിരം അവരുടെ അഭിനയ ശൈലിയുടെ ഒരു പ്രദർശനം മാത്രമാണ് ഓരോ ചിത്രങ്ങളിലും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടെയിൻറ്റഡ് അല്ലാത്ത ഈ പെർഫോമേഴ്സിനെ കിട്ടുക എന്നുള്ളതൊരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഓഡിഷന് കുറേയധികം സമയം സ്പെൻഡ് ചെയ്തു. ഒരു 3-4 മാസം എടുത്തു ഈ ആളുകളെ സെലക്ട് ചെയ്യാൻ. ഈ ഓഡിഷൻ പ്രോസസ് വാസ് ഹെൽഡ് ഇൻ ബോംബെ, ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചിൻ ആൻഡ് ട്രിവാൻഡ്രം. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് ഈ അവസാനം വരെ തിരഞ്ഞെടുക്കേണ്ടി വന്നത്. സാധാരണ ശ്യാമിൽ നിന്ന് മാറുന്നൊരു യൂത്ത്ഫുൾ, വൈബ്രൻറ്റ്, എനർജറ്റിക്, അങ്ങനത്തെ ഒരു IT എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നതാണ്. സോ ഇത് ഈ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇറ്റ്സ് നോട്ട് ഫോർ ദ A ഗ്രേഡ് മൾട്ടിപ്ലക്സ് മൂവി അല്ലാതെ താഴത്തെ മറ്റുള്ള ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ശ്യാം എങ്ങനെ പ്ലാൻ ചെയ്യണം? ബിക്കോസ് ഇതൊരു എനിക്കറിയില്ല രേഖ, ഞാനത് നമുക്കിപ്പോൾ ഒരു ഓഡിയൻസിനെ നമുക്കൊരു കോൺഡിസെൻഡിങ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇത് എൻ്റെ ക്ലാസ്സിലുള്ള ആൾക്കാർ, എനിക്ക് താഴെയുള്ള ക്ലാസ്സിലുള്ള ആൾക്കാർ അങ്ങനെ കാണുകയും അവർക്ക് വേണ്ടി ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഞാൻ ഉണ്ടാക്കുന്ന സിനിമ എനിക്ക് വേണ്ടിയാണ് ബേസിക്കലി. അതിപ്പോൾ ഒരേ കടലായാലും അകലെയായാലും ആ പ്രത്യേക കഥ പറയാനുള്ള ഒരു ടോണാലിറ്റിയും അതിൻ്റെ ഒരു ഇമോഷണൽ ആംബിയൻസും ഒക്കെ ആ കഥയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് എൻ്റെ അഭിരുചിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ തീർച്ചയായും ലോകത്ത് ഒരുപാട് പേര് ഈ അഭിരുചി ഷെയർ ചെയ്യുന്നവരുണ്ടാവും. ഇഫ് ഐ എം ഓണസ്റ്റ് ടു മൈസെൽഫ്, ഇഫ് ഐ കീപ് ദാറ്റ് ഇൻറ്റഗ്രിറ്റി ടു മൈസെൽഫ് ഫസ്റ്റ്, ഐ എം ഷുവർ ദർ വിൽ ബി സംവൺ ടു ഫോളോ ദാറ്റ്.